തെരുവുനായ ശല്യത്തിനൊന്നും ശരിക്കും ഇതുവരെയും കൃത്യമായിട്ടുള്ളൊരു പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? പലയിടങ്ങളിലും തെരുവുനായ പ്രശ്നം രൂക്ഷമാണ്. മിക്കവാറുമുള്ള സമയങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പറയാറുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ വരാറുണ്ട്. ഒരു നല്ല പരിഹാരം അത് എല്ലായിടത്തും ഉണ്ടാകേണ്ടത് ഇനിയെങ്കിലും അത്യാവശ്യമാണ്. എന്തായാലും ഈ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഒരു വേറിട്ട പദ്ധതിയുമായി എത്തുകയാണ് തൃശൂർ അടാട്ട് ഗ്രാമപഞ്ചായത്ത്. പ്രസവിച്ച ഉടൻ തെരുവുനായ കുഞ്ഞുങ്ങളെ പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റി അവയെ സംരക്ഷിക്കും, ആവശ്യക്കാർക്ക് വളർത്താൻ നൽകുകയും ചെയ്യും. അത് മാത്രമല്ല, നിശ്ചിത മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വന്ധ്യംകരണം ചെയ്യുകയും ചെയ്യും. അടാട്ട് പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച ഷെൽട്ടറുകൾ വഴി 20 നായക്കുഞ്ഞുങ്ങളെ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിലക്കരയുണ്ട്. എന്താ നമ്മളുടെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ്? അല്ല, നമ്മൾ ഈ ഏറ്റവും രൂക്ഷമായ പ്രശ്നം തെരുവുനായയുടെ വിഷയമാണല്ലോ. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ പുതുതായി നമ്മുടെ വെറ്റിനറി കോളേജിലെ രജിസ്ട്രാൾ ചാർജ് എടുത്തിട്ടുണ്ട് ഡോക്ടർ സാബിൻ. അപ്പോൾ സാബിനുമായി ഞങ്ങൾ കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഒരു താൽക്കാലികമായ രീതിയിൽ എങ്ങനെ പരിഹരിക്കാമെന്നതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പ്രസവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങളെ ശേഖരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സിനോയി പ്രസിഡൻ്റായിട്ടുള്ള കാവൽ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു NGO ആണ്. അപ്പോൾ ആ NGOയുടെ നേതൃത്വത്തിൽ അടാട്ട് പഞ്ചായത്തിലെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രസവിച്ച ഏതാണ്ട് 20ഓളം പട്ടികളുണ്ട്. ആ പട്ടികളിലെ കുട്ടികൾ ഇപ്പോൾ ഞങ്ങൾ ഒരു 50 കുട്ടികളെ ഞങ്ങൾ പല ഭാഗങ്ങളായി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ 20ഓളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് 6 മാസം പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊരു യൂണിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വന്ന് അവരുടെ വീട്ടിൽ സ്റ്റെറിലൈസേഷൻ കാര്യങ്ങൾ നടത്തും. അപ്പോൾ അടുത്ത തവണ നവംബർ ഡിസംബറിലാണ് പ്രസവിക്കുക. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമ്മൾ അവറ്റങ്ങളെടുത്ത് സ്റ്റെറിലൈസ് ചെയ്യും. ഇവരൊക്കെ താമസിക്കാൻ വീടുകളിലാണ് കൂടുതൽ അറേഞ്ച് ചെയ്യുക. ഗവൺമെൻറ് ഒരു അനുമതി വേണം. അപ്പോൾ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് കൂടുതൽ തന്നെ ഏതാണ്ട് ഒരു 200-300 നായകൾ വരും. സ്റ്റെറിലൈസ് ചെയ്ത നായകൾ ഉള്ള പ്രദേശങ്ങളിൽ മറ്റ് നായകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അടാട്ട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ കൂടുകളിൽ ഇങ്ങനെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിനൊരു പൈലറ്റ് പ്രോജക്റ്റാണ് തയ്യാറാക്കുന്നത്. സുന്ദരേട്ടൻ ഒരു എക്സ്പെർട്ടാണ്. അദ്ദേഹം ഈ കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടി സഹകരിച്ചാണ് പോകുന്നത്. വേറെ സ്ഥലങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. 12 വർഷം തുടർച്ചയായി കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളും ഒരുമിച്ച് ഈ പ്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 14 വർഷത്തിൽ കൂടുതൽ നായകൾ അങ്ങനെ ജീവിച്ചിരിക്കില്ല. അപ്പോൾ വീടുകളിൽ സംരക്ഷിക്കുന്ന നായകൾക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി കൊടുത്ത പട്ടികൾ മാത്രമേ പ്രസവിക്കുള്ളൂ. അത് ഗവൺമെൻറ് അത് ക്ലിയറായ ഒരു നടപടി എടുത്താൽ പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമുള്ളൂ. പക്ഷെ ഇതിന് പരിഹാരം കാണാതെ വെറുതെ ആളുകൾ പട്ടീനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ തർക്കം തുടങ്ങിയ കാലത്ത് ഈ പദ്ധതി ആരംഭിച്ചെങ്കിൽ ഇന്ന് കേരളത്തിൽ തെരുവുനായ ഉണ്ടാവില്ല. അടാട്ട് ഗ്രാമപഞ്ചായത്ത് തെരുവുനായ വിമുക്തമാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിനാണ് ഞങ്ങൾ തുടക്കമിടുന്നത്. കാവൽ കൂട്ടായ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ മറ്റെല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു മാതൃകയാണ് അടാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.